ഗൈസ്, നിങ്ങൾ പലതരം പടക്കങ്ങൾ പൊട്ടിക്കണത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെറൈറ്റി ആയിട്ട് ഈ ഓലപ്പടക്കം വെച്ചിട്ട് കുറേ രീതിയിൽ ഭയങ്കര വിയേർഡായിട്ട് പൊട്ടിച്ച് നോക്കാൻ പോവാണ്. ഒരു സേഫ് അപ്പോൾ തന്നെ അവിടെ കുറേ പടക്കം പൊട്ടണത് കേൾക്കാൻ പറ്റും. അപ്പുറത്തേതാ കണ്ടൊക്കെ വീട്ടിൽ പടക്കം പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പടക്കം വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോണേ. ഈ കുപ്പിയിലൊക്കെ വെച്ച് കുറച്ച് പല പല ടൈപ്പിലാണ് നമ്മളിന്ന് പൊട്ടിക്കാൻ പോണേ. അതൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വിട്ടാലോ. ബൂം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പൊട്ടിക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു കുപ്പി എടുത്തിട്ട് കുപ്പിയുടെ ഉള്ളിലോട്ട് നമ്മുടെ പടക്കം ഒന്ന് കയറ്റി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ വയ്ക്കുക. ഞാൻ ഒറ്റ കയ്യിൽ വീഡിയോ എടുക്കണോണ്ട് കുറച്ച് പാടാം. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഇത് തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കത്തിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെ കത്തണ ടൈമിൽ ഇങ്ങനെ വയ്ക്കും. അപ്പം ഇങ്ങനെ വയ്ക്കുമ്പോൾ കത്തണ ടൈമിൽ ഇതിൽ കൂടെ വന്നിട്ട് ഇതിങ്ങനെ തെറിച്ചിങ്ങനെ പൊട്ടി പുറത്ത് പോകുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആവുമോയെന്നറിയില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇത് എവിടെ കൊണ്ട് വയ്ക്കാം, കുറച്ച് നീക്കി വയ്ക്കാം. അപ്പോൾ നമ്മളിത് കത്തിച്ച് കൊടുത്തിട്ട് ഓടാൻ എളുപ്പത്തിന് വേണ്ടി നമ്മളിപ്പോൾ ചാരിയും വയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഇരുന്നോളൂ, ഇരിക്കലോ. ഓക്കെ, അപ്പോൾ ഒട്ടുമ്പോൾ ഇതിൽ കൂടെ എയർ വന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് തെറിച്ച് പോകും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കത്തിച്ച് കൊടുത്തിട്ട് ഓടാന്ന് പറയുന്ന കാര്യം ഭയങ്കര സേഫ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പേപ്പർ കത്തിച്ചിട്ട് അതിനുള്ളിൽ വെച്ചിട്ടാണ് കത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മളിതുപോലത്തെ ഒരു പേപ്പർ ഇവിടെ വയ്ക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കത്തി വന്നിട്ട് ഇതിങ്ങനെ പൊട്ടിത്തെറിച്ച് മുകളിലോട്ട് ടൈ എന്ന് പറഞ്ഞൊരു ശബ്ദത്തിൽ പോകും. അപ്പോൾ നമുക്കിതൊന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ കത്തിക്കാനായിട്ട് ഞാൻ ലൈറ്റർ എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ തീപ്പെട്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു കയ്യിൽ വീഡിയോ എടുക്കണം, പിന്നെ ഓടണം. കുറച്ച് റിസ്കി ഷോട്ടുകളാണ്. ഒരച്ചപ്പിൽ കത്തിയിലോ, കത്തിച്ച് കത്തിക്കളാ. ഗൈസ്, അതിൻ്റെ അടുത്തെത്തിയിട്ടും പൊട്ടൊന്നുമില്ല. ചെറുതായിട്ട് പുകയുന്നുണ്ട്. നമ്മളപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകണത് സേഫ് അല്ല. അപ്പോൾ തൽക്കാലം നമുക്ക് വേറൊരു പടക്കം വെച്ചിട്ട് പൊട്ടിക്കാം. ഇതിപ്പോൾ നമ്മൾ എടുക്കാൻ പോകണ നേരത്തെ അങ്ങനെ പൊട്ടോന്ന് എൻ്റെ ഡൗട്ട്. നമുക്ക് അതിൻ്റെ അടുത്ത് വേറൊരു പടക്കം വെച്ച് പൊട്ടിക്കാൻ കണ്ട. ഈ പടക്കം വെച്ച് പൊട്ടിച്ച് നോക്കണം. ഫോക്കസ്. ഓക്കെ, ഇത് വെച്ച് പൊട്ടിച്ച് നോക്കാം. ഭാഗ്യം അതിൻ്റെ പുകയിൽ നിന്നിട്ടുണ്ട്. അത് ചീറ്റിപ്പോയതാന്ന് തോന്നണേ. അപ്പം നേരത്തെ പൊട്ടിച്ചത് പൊട്ടിയില്ല. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും പൊട്ടില്ലല്ലോ. അപ്പോൾ ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പോൾ അത് നമ്മൾ ആ പടക്കം അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടി കത്തിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ പൊട്ടില്ലോ. ഇത് നന്നായിട്ട് പുകയുണ്ട്. പക്ഷേ അത് നമുക്കിത് കത്തിച്ചിട്ട് വേഗം ഓടണം. അപ്പോൾ ഞാനതൊന്ന് വൈഡിലാക്കി ഇട്ടേക്കാം ക്യാമറ. ഓക്കെ, ചെവി കൊത്തിക്കോ. അപ്പോൾ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ പടക്കം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ളിൽ പറഞ്ഞുണ്ടായ പടക്കം കുപ്പിയുടെ അവസ്ഥ നോക്കി കണ്ട. ബാക്ക് ഇവിടെ പൊട്ടി, പിന്നെ ഇത് ഇവിടെയും പൊട്ടി കണ്ട. ഫുള്ള് ബാക്കിലും ഫ്രണ്ടിലും മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി ജാതിക്ക്. ഓക്കെ, ഇവിടെയൊക്കെ പൊട്ടിയത് ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വീണാണ്. അപ്പോൾ ഇത് നമ്മൾ രണ്ടെണ്ണം, ഫസ്റ്റത്തെ ഒരെണ്ണം കിടക്കണ്ടായി, പിന്നെ ഒരെണ്ണം നമ്മൾ ഇട്ടതുണ്ടായി. അപ്പോൾ ഇതാണ് പൊട്ടാണ്ടിരുന്നത്. ഉള്ളിൽ മരുന്നൊക്കെ ഉണ്ടല്ലോ ഗൈസ്. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ഉള്ളിൽ മരുന്നുണ്ടാവും. എന്തായാലും തൽക്കാലം ഇടിക്കട്ടെ. കണ്ണം മരുന്നൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഇനി അടുത്ത് എന്ത് ചെയ്യും, പൊട്ടിക്കും. അപ്പോൾ നമുക്ക് അടുത്ത് ഒരെണ്ണം മണ്ണിൽ കുഴിച്ചിട്ട് പൊട്ടിക്കാം. എന്നിട്ട് എന്താ സംഭവിക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് എവിടെ കുഴിച്ചിടാം? ഒരു കുഴി താത്തിയിലൂടെ കുഴിച്ചിടാം, എന്നിട്ട് പൊട്ടിക്കാം. ഇനി നമ്മളിത് ഇവിടെ ഒരു കുഴി എടുത്തിട്ട് കുഴിയിലിട്ട് പൊട്ടിക്കാൻ വേണം. അപ്പോൾ ഇത് നമ്മുടെ ഓലപ്പടക്കം ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ചെറിയൊരു കുഴി താത്തി കൊടുക്കാം.
അധികം താഴ്ചയൊന്നും വേണ്ട, എന്നാൽ താഴ്ത്താം. എന്നിട്ട് കുഴിയിലിട്ട് പൊട്ടിക്കാൻ പോകണം. അതിൻ്റെ ശബ്ദം കൂടുതലുണ്ടോയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മളിങ്ങനെ ഇത്ര ഉള്ളൊരു കുഴി താഴ്ത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വലിയ പടക്കം തന്നെ എടുത്താണ് ഇത്ര ഉള്ളത്. അപ്പോൾ ദേ നേരത്തെ പൊട്ടാതിരുന്ന പടക്കത്തിൻ്റെ പൊടി നമ്മളിത് വെറുതെ ഇവിടെ വിതറിയിട്ടുണ്ട്. വേണമെങ്കിൽ ഉള്ളിൽ വെച്ച് കൊടുത്തേക്കാം. അതിനുശേഷം നമ്മുടെ വലിയ പടക്കം ഇതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, അതിന് ശേഷം കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സൈഡിലൊക്കെ മണ്ണിട്ട് കൊടുക്കാൻ പോവാണ്. എന്താ സൂമാവത്ത്? ഓക്കെ, കണ്ട ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മണ്ണിട്ട് കൊടുക്കാം. നമ്മുടെ ഈ തിരി മുകളിലോട്ട് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ മണ്ണിറിന്. നമുക്ക് തിരി എന്തായാലും കത്തിക്കാൻ വേണമല്ലോ. തിരി കുറച്ച് ഇത് കത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കത്തിയില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ പേപ്പർ കഷ്ണം ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ വയ്ക്കുക. വേണേ 2 കരിയില മീത് എടുത്തിട്ടേക്കാം, കുറച്ചും കൂടി കത്ത എളുപ്പത്തിന് വേണ്ടി. നമ്മൾ കത്തിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ വൈഡാക്കിയേക്കാം. തീപ്പെട്ടി കത്തിക്കണ കാര്യം മാത്രം കുറച്ച് ടാസ്ക്. നമുക്ക് ഒന്ന് കത്തിച്ച് കൊടുക്കാം. ചെവി കത്തിക്കോ. നമ്മൾ ഫസ്റ്റ് വയ്ക്കുമ്പോൾ പൊട്ടില്ല, സെക്കൻഡ് വയ്ക്കുമ്പോഴാണ് പൊട്ടണത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നേരെ ഇങ്ങനെ കുഴിച്ചോട്ടെ, ഒന്ന് ചെരിച്ച് കുഴിച്ചിട്ട് നോക്കാം. ഇതെടുക്കാൻ പോണ കാര്യം കുറച്ച് പാടാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അയ്യോ നീ ഇവിടെ നിൽക്ക്. ഇപ്പോൾ കൊച്ചു കുട്ടികളൊന്നും അനുകരിക്കരുത്, ഇവിടെ നിൽക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ പോയി നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഓടിപ്പോയി ആകുമ്പോൾ കൈ കൊണ്ടൊന്നും പിടിക്കാൻ പാടില്ല. അതിന് തന്നെ ഇങ്ങനെ നീക്കി നോക്കാം. ഗൈസ് അങ്ങനെ പൊട്ടി അടുത്ത് പൊട്ടാൻ പോകണ്ടെന്ന് തോന്നുന്നു. പോലെ വേറെ ഒന്നും കൂടി ഇപ്പോൾ തെറിച്ച് വീടുണ്ടായി. 2.5 വെച്ചുണ്ടായി. എന്നിട്ട് ഒരെണ്ണം പൊട്ടി, ഒരെണ്ണം ഇങ്ങോട്ട് തെറിച്ച് വീണു. ഇനി നമ്മൾ ഇതുപോലൊരു എന്താ പൈപ്പിൻ്റെ ഉള്ളിൽ വെച്ചാണ് നമ്മളിനി പൊട്ടിക്കാൻ പോകുന്നത്. ഇത്ര ഉള്ളൊരു പൈപ്പിൻ്റെ ഉള്ളിൽ പൈപ്പ് കുഴിച്ചിടും. ടീൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ പടക്കം ഇട്ടിട്ട് പൊട്ടിച്ച് നോക്കാൻ പോവാം. മറ്റേ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹോളുണ്ട്. അപ്പോൾ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ തിരി പുറത്തേക്ക് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ കത്തിച്ച് നോക്കാം. അപ്പോൾ അത് നമുക്കത് ഇവിടെ ചെയ്യാം. ഇവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാണാൻ കഴിയും. അവിടെ നല്ല വെയിലുള്ളതിനെ കാണാൻ കുറച്ച് പാടാം. ഇവിടെ കത്തിച്ച് നോക്കാം. ഓക്കെ, ഈ പടക്കത്തിൻ്റെ തിരി ഇട്ടിട്ടാണ് ഇനി കത്തിച്ച് നോക്കാൻ പോകുന്നത്. ഇത് കത്തണ കാര്യം എനിക്ക് അത്ര ഉറപ്പില്ല. എന്തായാലും നമുക്ക് വെച്ചിട്ടൊന്ന് കത്തിച്ച് കൊടുത്ത് നോക്കാം. താഴ്ത്തി കൊടുക്കാം. തെങ്ങിൻ്റെ അടിയിലാണ്, ഇവിടെ താഴ്ന്നുകൊണ്ടില്ല. ഓക്കെ, ഇവിടെ ആകാശത്ത് പോയി പൊട്ടണ സംഭവത്തിൻ്റെ പോലെ തന്നെ ഏകദേശം ഉണ്ട്. ഓക്കെ, കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തന്നെ കിട്ടില്ല. ഇനി ഇത് കുഴപ്പമില്ല. നമുക്കിവിടെ ഒരു പേപ്പറും കൂടി വെച്ച് കത്തിച്ചു. നമ്മൾ കത്തിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ തീപ്പെട്ടി എടുക്കാം. ഈ തീപ്പെട്ടി അവിടെ. ഓക്കെ, ലൈറ്റർ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി സുഖമായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് കത്തിച്ചു കൊടുക്കാം. പോട്ട്
പൊട്ടി കഴിഞ്ഞു നോക്കി നമ്മുടെ പൈപ്പിൻ്റെ ഉള്ളിൽ പുക നോക്കി. പുക വരുന്നു നോക്ക് ഗൈസ്. കണ്ട ഗൈസ് പുക വന്നുകൊണ്ടിരിക്കണേ. നമ്മുടെ ഒരു വെറൈറ്റി എക്സ്പെരിമെന്റ് ആയിരുന്നു. അപ്പൊ എന്തായി നമ്മളിത് പൊട്ടിച്ചതിൻ്റെ ഉള്ളിൽ ഇപ്പൊ വീണേനെ. അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഒരു രാജ്യം കൂടി ചെയ്ത് നോക്കിയാലോ ഗൈസ്. ദേ ഇതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം നേരത്തെ പോലെ ഒരു പടക്കം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ പടക്കം ദേ കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു കുഞ്ഞ പടക്കം ഉള്ളിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇതുമ്പോൾ തീ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തീ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കണ പടക്കം കൂടി പൊട്ടും. അതാണ് പ്ലാൻ. പൊട്ടോന്ന് അറിയില്ല, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ കത്തിക ചെയ്യത്തിക്കോ. അപ്പോൾ അതേ നമ്മൾ ഉള്ളിൽ വെച്ചത് പൊട്ടിയില്ല എന്ന് തോന്നണേ. പുകയുണ്ട്. എടുത്തത് വലിച്ചൂര് ഊര്. അത് ഇതിൻ്റെ ഉള്ളിലിരുന്ന സാധനം അവിടെ പോയി. ദേ ഇവിടെ വന്ന് എടുക്കണം. അപ്പം ഇത് പൊട്ടിയില്ല റൈസ്, ഇത് പൊട്ടിയില്ല. അപ്പോൾ നമുക്കിത് അവിടെ വെച്ച് പൊട്ടിക്കും. ഇത് പൊട്ടിക്കാൻ എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ. നമ്മുടെ ഇപ്പോൾ വീട്. എന്നിട്ട് നമുക്കിത് എവിടെ വെച്ച് പൊട്ടിക്കും? ഒരു ഐഡിയ, നമുക്കിത് ആ കുപ്പി മണ്ണിൽ കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കത്തിച്ച് കൊടുത്ത് നോക്കാം. അപ്പോൾ ആ കുപ്പി എടുത്തിട്ട് ഇവിടെ കുഴിച്ചിടാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പരിപാടി ഈ കുപ്പി ഇവിടെ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് പൊട്ടിക്കാനാണ്. അപ്പം നമുക്കിത് ഇവിടെ ഒരു ചെറിയൊരു കുഴി എടുക്കാം. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാമല്ലേ. അപ്പം അതേ നമ്മൾ പറഞ്ഞ പോലെ ഒരെണ്ണം കുഴിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു നമ്മളൊരു കുപ്പി കുഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു പടക്കം വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് ഇത് കത്തിച്ച് നോക്കാം. കത്തിക്കാൻ പോവാണ്. ഓടിക്കോ. ഓ നൈസ്. കണ്ട ഗൈസ്, പുക നോക്കിയേ, പുക വരും നോക്കി ഗൈസ്. വാവ്, പുകയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുക. ഓ ഇവിടെയും പൊട്ടി ഇവിടെയും പൊട്ടി. വാവ്, കണ്ട മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് പുക വന്ന്. ഹായ്, ഇനി നമ്മളെന്ത് പണി വെച്ച് പൊട്ടിക്കും? ഇവിടെ വല്ല തേങ്ങ ഇട്ടിട്ട് തേങ്ങയുടെ ഉള്ളിലിട്ട് പൊട്ടിച്ചാലോ? തേങ്ങ ഇടുക. ഓട്ടുണ്ട് അതിന്. ഇത് അതിവിടെ വെച്ച് ഇവിടെ വെച്ച്. അപ്പോൾ അതെ നമ്മൾ ഈ തേങ്ങയുടെ ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ തേങ്ങയുടെ ഉള്ളിൽ വെച്ച് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, കത്തിക്കാൻ പോവാണ്. കത്തിച്ച് തേങ്ങ അടിയിൽ പോകാൻ നോക്കി ഗൈസ്. ഇതിൻ്റെ ഉള്ളിലും നിറച്ച് പുകയായിരിക്കും. കണ്ടോ, വേറൊന്നും പറ്റിട്ടില്ല. ഇവിടെയും പുകയുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ പുക നിൽക്കണ നോക്കി. ഇനി നമുക്ക് സാധാ പോലെ മീൻസ് നമ്മൾ വെറുതെ ഇവിടെ ഇങ്ങനെ മീത് ഒരെണ്ണം വെച്ചിട്ട് പൊട്ടിച്ച് നോക്കാൻ പാടില്ല. അപ്പോൾ അതോടുകൂടി നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം.
അപ്പോൾ അവസാനത്തെ ഓരം കൂടി നമുക്ക് പൊട്ടിച്ച് നോക്കാം. അവസാനത്തെ സാധാ പോലെയാണ് പൊട്ടിക്കാൻ പോണേ. അപ്പോൾ നമ്മളിപ്പോൾ എത്ര എണ്ണം പൊട്ടിച്ചോ എനിക്ക് ഒരു പിടിയില്ല. വേണേ ഇത്തിരി മീതെ മണ്ണിട്ട് വെച്ചേക്കാം. ഓ തീ ഇവിടെ വരെ തെറിച്ചു. എനിക്ക് വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. If you like this video, please share, subscribe. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ്. ഇത്രയും പൊട്ടിട്ട് ഈ പൈപ്പിനൊരു പ്രശ്നം പറ്റിയില്ലല്ലോ.